രാജസ്ഥാനിലെ 3 യൂണിവേഴ്സിറ്റികൾക്ക് PhD പ്രോഗ്രാം, അതായത് ഡോക്ടറേറ്റ് നൽകുന്ന രീതിയാണ്. അത് നൽകുന്നതിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. സോ UGCയുടെ വിലക്കാണ് 2025-26 അക്കാദമിക് ഇയർ മുതൽ 2029-30 വരെ. സോ ഏതൊക്കെയാണ് ആ യൂണിവേഴ്സിറ്റികൾ? ഒന്ന്, OPGS യൂണിവേഴ്സിറ്റി ഇൻ ചുറു. രണ്ടാമത്തത് സൺറൈൻ യൂണിവേഴ്സിറ്റി ഇൻ അൽവാർ. മൂന്നാമത്തത് അല്പം ഫേമസ് ആണ്, പല കൂട്ടുകാരും കൂടുതൽ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സിംഘാനിയ യൂണിവേഴ്സിറ്റി ഇൻ ജുൻജുനു. ഈ 3 യൂണിവേഴ്സിറ്റിയും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ യൂണിവേഴ്സിറ്റികൾ കൂടാതെ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ ഈ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെടും. എന്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റികൾക്ക് PhD നൽകാൻ പറ്റുന്നില്ല? വളരെ സിമ്പിളാണ്. ഫേക്ക് പ്രാക്ടീസസ്, കറപ്റ്റ് പ്രാക്ടീസസ്, കാശിന് വേണ്ടി PhD നൽകുന്ന രീതി. PhDക്ക്, അതായത് ഡോക്ടറേറ്റ് പഠിച്ച് പാസ്സായി മുന്നോട്ട് വരാൻ ഒരു മിനിമം ക്രൈറ്റീരിയ വേണം. അത്ര എളുപ്പമല്ല, അല്പം ബുദ്ധിമുട്ടാണ്. സോ അതിൽ വെള്ളം ചേർക്കുക. ഉദ്യോഗാർത്ഥികൾക്ക് പെട്ടെന്ന് PhD നൽകുന്ന രീതി, വിദ്യാർത്ഥികൾക്ക് പല രീതിയിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു, PhDക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റികൾ ചെയ്തത് കൊണ്ട് തന്നെ അത് UGCയുടെ ശ്രദ്ധയിൽപ്പെട്ടു. സോ ദേ സ്റ്റോപ്ഡ്. സോ ഇന്നത്തെ ഡിസ്കഷൻ നമുക്ക് ഈ ഒരു ടോപ്പിക്കാണ്, PhD, ഡോക്ടറേറ്റ്. തീർച്ചയായിട്ടും അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വൺ ഓഫ് ദ സ്ട്രോങ് പില്ലറാണ്. PhD പഠിച്ച ഒരാളുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ ഏത് മേഖലയിലാണോ അദ്ദേഹം PhD ചെയ്തത് അതിൽ അവർക്ക് അത്രത്തോളം സ്ട്രോങ് നോളജ് ഉണ്ടായിരിക്കും. ആ കാര്യത്തിൽ ആധികാരികമായി കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇന്ന് കാണുന്ന പല PhDക്കാർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഡോക്ടറേറ്റാണ്. കാശ് കൊടുത്തും ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ത്യയിൽ PhD ചെയ്യുന്ന പല കൂട്ടുകാരുമുണ്ട്. അതുകൂടാതെ ഇന്ത്യക്ക് പുറത്ത് പോയി ഇതുപോലെ തട്ടിക്കൂട്ട് നേരത്തിൽ കൂടി PhD ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഫാസിനേഷനാണ് DR എന്ന കാര്യം പേരിന് മുമ്പ് ചേർക്കാൻ വേണ്ടി. സമൂഹത്തിൽ ആ ഒരു സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ട്, അത് ലഭിക്കുന്നു എന്ന കാര്യം കൊണ്ട് തന്നെ MBBS MD മെഡിസിൻ വഴി ഡോക്ടറാകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഡോക്ടറാകാം എന്ന ഒരു കാരണമാകാം. ഏതായിരുന്നാലും PhD സ്കാം എന്നുള്ളത് വളരെ വൈഡ് സ്പ്രെഡാണ്. സോ നിങ്ങൾക്ക് ഒരു PhD നേടിയ ഒരാളെ മുൻപിൽ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ PhD അത് ഒറിജിനൽ ആയിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണ് PhD എന്നുള്ളത്? സോ ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നാണ് അറിയപ്പെടുന്നത്. ഫിലോസഫി പേരിലുള്ളത് കൊണ്ട് എല്ലാ മേഖലയിലും ഫിലോസഫി മാത്രമല്ല, മറിച്ച് ഏത് മേഖലയിലാണോ നിങ്ങൾ PhD ചെയ്യുന്നത് അതിൻ്റെ ഒരു പീക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒബ്വിയസ്ലി അതൊരു ഹയസ്റ്റ് അക്കാഡമിക് ഡിഗ്രിയാണ്. PhDക്ക് ശേഷം PDF-ഉം ഉണ്ട്, അതായത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് എന്ന കാര്യം. ഏതായിരുന്നാലും PhD ആണ് ഓൾമോസ്റ്റ് ഒരു ടിപ്പായി ഞാൻ കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിൻ്റെ, അതായത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇങ്ങനെ PhD നിലവിൽ വന്നത് 12ാം നൂറ്റാണ്ടിലാണ്. യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ ആണ് ആദ്യമായിട്ട് എമേർജ് ചെയ്തതെങ്കിലും ഇതിൻ്റെ മോഡലിംഗ്, അതായത് ഈ രീതിയിലുള്ള ഒരു സിസ്റ്റം വന്നത് ഇസ്ലാമിക്, അതോടൊപ്പം ഗ്രീക്ക് സ്കോളർലി ട്രഡീഷൻസിൽ കൂടിയാണ്. 19ാം നൂറ്റാണ്ടോടുകൂടി മോഡേൺ PhD സിസ്റ്റം, അതായത് ഇന്ന് കാണുന്ന ഒരു സിസ്റ്റം ജർമ്മനിയിൽ ആണ് വന്നത്. കൂടുതൽ റിസർച്ചുമായി ബന്ധപ്പെട്ട് എംഫസിസ് നൽകിക്കൊണ്ട് തന്നെ. ഇനി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് PhD ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്? സോ ഒരു ഫേക്ക് സിസ്റ്റത്തിൽ നിന്നും ഒരു ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. റിസർച്ച് ഇൻട്രസ്റ്റ്. നിങ്ങൾ ഒരു PhD ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഡൊമൈനിൽ നിങ്ങൾക്ക് താല്പര്യം വേണം. സോ സമൂഹത്തെ ഇംപ്രസ് ചെയ്യാനല്ല, ഫാമിലിയെ ഇംപ്രസ് ചെയ്യാനല്ല, മറിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി, ഒരു ഇൻക്വിസിറ്റീവ് മൈൻഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ ഏതെങ്കിലും ഒരു മേഖല തിരഞ്ഞെടുക്കുക. ആ മേഖലയിൽ നിങ്ങൾക്ക്
കാര്യങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരിക്കുക എന്നുള്ളതാണ്. സോ റിസർച്ച് ഇൻട്രസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് സൂപ്പർവൈസർ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് PhD ചെയ്യാൻ പറ്റില്ല. യു നീഡ് വൺ മെൻറ്റർ. സോ അതൊരു അക്കാദമിക് തലത്തിൽ വരുമ്പോൾ സൂപ്പർവൈസറായി മാറുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ റോൾ എന്നുള്ളത് സപ്പോർട്ടീവ് ആണ്, നിങ്ങളെ ഒരു രീതിയിൽ മുമ്പോട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾ ഏത് റിസർച്ച് മേഖലയാണോ സെലക്ട് ചെയ്യുന്നത് അതിൽ അദ്ദേഹം എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും എന്ന കാര്യവും മനസ്സിലാക്കുക. പിന്നീട് ഫണ്ടിങ് ആണ്. നിങ്ങൾ ഒരു പഠനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലവുണ്ടാകും. നിങ്ങൾക്ക് ജോലിയോടൊപ്പം PhD ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. സോ ഡെഡിക്കേറ്റഡ് സ്റ്റഡിയാണ് നിങ്ങളുടെ ചിലവും. അതോടൊപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ആ പഠനത്തിനാവശ്യമായ ചിലവും വരും. സോ അതിന് വേണ്ട ഫണ്ടിങ് അത് സ്കോളർഷിപ്പ് വഴികളും ഗ്രാൻറ്റ് വഴികളും സ്റ്റൈപ്പൻഡ് വഴികളും ഒക്കെയാണ് വരുന്നത്. അതുമൂലം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ PhD ചെയ്യുമ്പോൾ JRF, SRF പോലുള്ള കാര്യങ്ങളിൽ കുട്ടികൾ, വിദ്യാർത്ഥികൾ മുഴുകാറുണ്ട്. പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്യൂട്ടേഷനാണ്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ PhD ചെയ്യുന്നത് എന്നുള്ളത്. റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കരിയർ പ്രയാണത്തിൽ വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതും തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. അതോടൊപ്പം ഫെസിലിറ്റീസും ഫാക്കൽറ്റീസും ഒക്കെ നിങ്ങളുടെ റിസർച്ചിനെ ഡയറക്റ്റ്ലി ഹെൽപ്പും ചെയ്യും. പിന്നീട് ടൈം ലൈനും കമ്മിറ്റ്മെൻറ്റുമാണ് ക്രിട്ടിക്കൽ പോയിൻ്റായി വരുന്നത്. സോ 3 മുതൽ 7 വർഷം വരെ ഓൺ ആവറേജ് എടുക്കാറുണ്ട് PhD കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഈ ഒരു സമയം എന്നുള്ളത് സാധാരണ ഡിഗ്രി പോലെയല്ല, റെഗുലറായി ക്ലാസ്സിൽ പോയി പഠിക്കുന്ന രീതിയല്ല, മറിച്ച് നിങ്ങൾ സ്വന്തമായി റിസർച്ച് ചെയ്ത് കണ്ടെത്തി അതിനെ റിപ്പോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത് സൂപ്പർവൈസറിൻ്റെ കൂടെ വളരെ ക്ഷമയോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകുന്ന രീതി ആയതുകൊണ്ട് തന്നെ കമ്മിറ്റ്മെൻ്റ് എന്നുള്ളത് അല്പം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ജീവിതത്തിൻ്റെ ആ ഒരു ഫേസ് ഉണ്ടാകും, അതായത് ഒരു 24-25 മുതൽ അങ്ങോട്ട് ആണ് പൊതുവെ PhD ചെയ്യാറ്. സോ ആ സമയം എന്നുള്ളത് ബാക്കിയുള്ള ഫാമിലി ഇഷ്യൂസും അങ്ങനെ പല കാര്യങ്ങളും വരുന്നത് കൊണ്ട് തന്നെ കമ്മിറ്റ്മെൻറ്റോട് കൂടി മുന്നോട്ട് പോകുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പിന്നീട് കരിയർ ഗോൾസാണ്. സോ PhDയും നിങ്ങൾ ചെയ്യുന്ന മേഖല, തിരഞ്ഞെടുത്ത മേഖലയിലുള്ള PhDയും നിങ്ങളുടെ കരിയറും അത് അലൈൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഞാനൊരു ജേർണലിസ്റ്റാണ്, ഞാൻ ചെയ്യുന്ന PhD എൻജിനീയറിംഗ് ആണ് എങ്കിൽ രണ്ടും രണ്ട് വഴിക്കാണ്. ഒന്ന് വേ, ഒന്ന് റേ ആണ്. ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീഷണറാണ്, നിയമം LLB പോലുള്ള സബ്ജക്റ്റുകളിൽ ഞാൻ PhD ചെയ്യുന്നു. 2 ഡിഫറെൻറ്റ് പാത്ത്. സോ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. വെറും പേരിന് ഒരു PhD എടുത്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ ഏത് ഫീൽഡിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഫീൽഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഫേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതാണ്. എത്തിക്കൽ റിസർച്ചിന് കൂടുതൽ താല്പര്യം കാണിക്കുക എന്നുള്ളതാണ്. അതായത് റിസർച്ച് ചെയ്യുമ്പോൾ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ റിസർച്ച് പ്രാക്ടീസസിന് പല തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചീപ്പും ഏറ്റവും എളുപ്പത്തിലും അധികം ബുദ്ധിമുട്ടില്ലാതെ നേടുന്ന രീതിയേക്കാളും നിങ്ങൾ ഏത് മേഖലയിലാണ് റിസർച്ച് ചെയ്യുന്നത് അതിൽ ആ ബെസ്റ്റ് റിസൾട്ട് കൊണ്ടുവരുന്ന മേഖല അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻപുട്സ് നേടാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ താരത്തിലേക്ക് വരാം, അതായത് ഫേക്ക് PhD. എന്താണ് ഫേക്ക് PhD എന്നുള്ളത്? അൺഅക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഫ്രോഡുലന്റ് പ്രാക്ടീസസ് വഴി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിൽ നിന്ന് PhD നേടുന്ന കാര്യങ്ങളെ ഫേക്ക് PhD ആയി നമുക്ക് പറയാം. സോ എങ്ങനെയാണ് ഫേക്ക് PhD ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കാൻ പറ്റുന്നത്? ഒരു ജെന്യുവനായിട്ടുള്ള റിസർച്ച് ഉണ്ടാകില്ല, ഡിസേർഷൻ റിക്വേർഡാണ്, പക്ഷേ അതൊന്നും ഇവർ ചെയ്യില്ല. ഫാസ്റ്റ് ട്രാക്ക് കമ്പൈലേഷൻ ആയിരിക്കും, അതായത് ആഴ്ചകളും മാസങ്ങളും കൊണ്ട് PhD കംപ്ലീറ്റ് ചെയ്യുന്ന കൂട്ടുകാരുണ്ടാകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ PhDയുടെ ഒരു ഫോട്ടോവും കറുത്ത ഒരു ഹാറ്റും കയ്യിലൊരു റോൾ പേപ്പറൊക്കെ പിടിച്ച് ഫോട്ടോയ്ക്ക് ഇൻസ്റ്റയിലും മറ്റുമിട്ട് താരമാകുന്ന PhD ഹോൾഡേഴ്സൊക്കെ ഉണ്ട്. അത് വെറും ഹോൾഡർ മാത്രമാണ്. അതോടൊപ്പം അൺറെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, നമ്മുടെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യം,
യൂണിവേഴ്സിറ്റിക്ക് UGCയുടെ അപ്രൂവൽ വേണം ഇഫ് ഇറ്റ് ഈസ് ഫ്രം ഇന്ത്യ. ഔട്ട്സൈഡ് ആണെങ്കിൽ അവിടുത്തെ ഏത് രാജ്യത്താണോ ആ യൂണിവേഴ്സിറ്റി സിറ്റുവേറ്റ് ചെയ്യുന്നത് അവിടുത്തെ റെഗുലേറ്ററി ബോഡി ആക്സെപ്റ്റഡ് ആയിരിക്കണം. ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ലഭിക്കണം എന്നൊക്കെയുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫേക്ക് PhD കൊണ്ടുള്ള റിസ്കുകൾ എന്തൊക്കെയാണ്? ലീഗൽ കോൺസിക്വൻസസ് തീർച്ചയായിട്ടും നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അത് കേസായി വരും. കരിയറിന് ഡാമേജ് ഉണ്ടാകും. നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റി അത് ബാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെയും അത് ബാധിക്കും. സോ ഫേക്ക് PhD എന്ന കാര്യം മനസ്സിൽ നിന്ന് കളഞ്ഞേക്കുക. PhD നേടുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് റീസൺ ആയിരിക്കണം നിങ്ങളെ അതിലേക്ക് നയിക്കുന്നത്. പേരിലേക്ക് DR ചേർക്കാനല്ല, മറിച്ച് നിങ്ങൾക്ക് ഒരു പ്രത്യേക മേഖലയിൽ താല്പര്യമുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ PhD ചെയ്യേണ്ടതായിട്ടുള്ളൂ. ജോലി സംബന്ധമായി പ്രത്യേകിച്ച് ടീച്ചിങ്ങിലും മറ്റുമുള്ള കൂട്ടുകാരും PhD ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിലും അവർ PhD ചെയ്യും. പക്ഷേ അങ്ങനെയാണെങ്കിലും അവർ പ്രത്യേക മേഖല സെലക്ട് ചെയ്ത് ടീച്ചിങ്ങിൽ ആ മേഖലയിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ മേഖല സെലക്ട് ചെയ്യുന്നത്. സോ അവർക്കും ഒരു റീസൺ ഉണ്ട് ടു ടേക്ക് PhD. അതല്ലാതെ ആരെയും ഇംപ്രസ് ചെയ്യാൻ ഫേക്ക് PhD എടുത്ത് നടക്കരുത്. എനിവേ, ഇതാണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഡിസ്കഷനിലുള്ളത്. PhD സ്കാം ഉൾപ്പെടാതിരിക്കുക, ജെന്യുനായിട്ടുള്ള എഡ്യൂക്കേഷൻ നേടുക, സൊസൈറ്റിക്ക്, സമൂഹത്തിന് ഉപകാരപ്രദമാകാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.